എണ്ണമറ്റ അത്ഭുതങ്ങളും ചരിത്ര നിധികളും കൊണ്ട് അലങ്കരിച്ച മദീനയിൽ ആത്മീയ പ്രാധാന്യത്തിൻ്റെയും ചരിത്ര മഹത്വത്തിൻ്റെയും ഒരു ദീപസ്തംഭമായി നിലകൊള്ളുന്നു. സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയങ്ങളിൽ ആഴത്തിലുള്ള സ്ഥാനമാണ് ഉള്ളത്. ഈ പുണ്യ മദീനയിൽ കാണേണ്ട 9 സ്ഥലങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്പർ 1, മസ്ജിദുൽ ഖുബ. മദീനയുടെ അടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിജ്റ 622 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി മദീനയിൽ നിർമ്മിച്ച ഒരു പള്ളിയാണ് ഇത്. മസ്ജിദുൽ നബവിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. നമ്പർ 2, മസ്ജിദ് കിബിലത്തൈൻ. 2 കിബിലകളുടെ പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ജെറുസലേമിലേക്ക് അഭിമുഖീകരിച്ച് നിസ്കരിച്ചിരുന്ന ഒരു പള്ളിയായിരുന്നു. പിന്നീട് പ്രവാചകന് വഹി ലഭിക്കുകയും അതിനുശേഷം കഅബയിലേക്ക് നിസ്കരിക്കുകയും ചെയ്തിരുന്നു. പഴയ മിഹ്റാബ് ഇവിടെ ഇപ്പോഴും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. മദീനയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ എത്താൻ. നമ്പർ 3, മസ്ജിദ് അബൂബക്കർ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കൂട്ടാളിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് ഇത്. ഇത് മസ്ജിദിൽ നബവിയുടെ ഏറ്റവും അടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 4, ജന്നത്തുൽ ബഖി. സ്വർഗത്തിന്റെ പൂന്തോട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മദീനയുടെ തൊട്ടടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാംഗങ്ങളും ആദ്യകാല പണ്ഡിതന്മാർ, ഇസ്ലാമിക പ്രമുഖർ, അങ്ങനെ നിരവധി അനുയായികളുടെ ഖബറുകൾ ഇവിടെ നമുക്ക് കാണാം. നമ്പർ 5, ഉഹുദ് പർവ്വതം. AD 625 നടന്ന ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായക സംഭവമാണ് ഉഹുദ്. നിരവധി രക്തസാക്ഷികളുടെ കേന്ദ്രമാണ് ഇത്. ആദ്യകാല മുസ്ലിങ്ങൾ ചെയ്ത ത്യാഗങ്ങളുടെ ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉഹുദ് പർവ്വതം. നമ്പർ 6, വാദി അൽ ജിൻ. ജിന്നുകളുടെ താഴ്വര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സൗദി അറേബ്യയിലെ അൽ നമാസ് ഗവർണറേറ്റിൽ അബഹയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു അത്ഭുത മൗണ്ടെയിൻ എന്നാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. നമ്പർ 7, ബീർ അൽ കർസ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കിണറുകളിൽ ഒരു പ്രധാനപ്പെട്ട കിണറാണ് ഈ കിണർ. ബീർ അൽ കർസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മസ്ജിദുൽ നബവിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ എത്താനുള്ള ദൂരം. നമ്പർ 8, ബദ്ർ യുദ്ധം നടന്ന സ്ഥലം. മദീനയിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ എത്താനുള്ള ദൂരം. AD 624 ഖുറൈശി നേതൃത്വത്തിലുള്ള ബഹുദൈവ വിശ്വാസികളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം നടന്ന ചരിത്ര സ്ഥലമാണ് ഈ കാണുന്ന ബദ്ർ യുദ്ധം നടന്ന സ്ഥലം. നമ്പർ 9, ഹജീം കിണറും അൽനൂർ മോസ്കും. ഈ കാണുന്ന ഹജീം കിണറിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 1400 വർഷങ്ങൾ പഴക്കമുള്ള ഈ കിണറാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ചെറിയൊരു മസ്ജിദും കാണാം. വെറും കല്ലുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു മോസ്കാണ്, പഴയ അതേ രീതിയിലുള്ള ഒരു മോസ്കാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മസ്ജിദുൽ നബവിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ എത്താനുള്ള ദൂരം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരു വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം. വ്യത്യസ്ത വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.